ഇന്ന് രാത്രിയിലും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. I bring my greetings to all of you who are assembled here. ഈ വർഷത്തെ ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ലാസ്റ്റ് സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. This is my last session in the fasting prayer. കഴിഞ്ഞ രണ്ട് സെക്ഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന്റെ അവസരം തന്നു. The Spirit of God allowed me to minister in the other two sessions. പല പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ ആത്മ സംസാരിച്ചു എന്ന് വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിക്കാനിടയായി. I know personally many have told me that the Spirit of God have touched them. ഈ രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. Today also let the Spirit of God minister unto you. വലിയ ദൈവസ്നേഹം ഇന്ന് രാത്രിയോടെ വ്യാപരിക്കുന്നുണ്ട്. I know the love of God is being spread at a higher level here. വർഷിപ്പ് ടീം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും വലിയ ദൈവത്തിന്റെ സ്നേഹം ഇതിനകത്ത് വ്യാപരിക്കുന്നു. When the worship team was ministering, there was a love in abundance that was flowing in this place. എത്ര പേർക്ക് അത് മനസ്സിലായി? How many of you understood that? പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഭയങ്കര പവറാണ്. Praise and worship is very powerful. അതൊരു വെളിപ്പാടിൽ പറയാം, അത് വെളിപ്പാടിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റുന്നത്. When you understand the revelation of what we are doing, that is when it would be mighty and powerful in our life. ഒത്തിരി പേര് ആരാധിക്കുന്നുണ്ട്. There are a lot of people who worship. അത് ചുമ്മാ കൈയടിയാണ്. That is just applauding and clapping ഒത്തിരി പേര് hands. ബഹളം ഉണ്ടാക്കുന്നുണ്ട്. There are a lot of people who get excited. അത് പലപ്പോഴും നമുക്കത് ആത്മാവിലാണെന്ന് മനസ്സിലാകത്തില്ല. We will understand that that is not out of spirit. പക്ഷെ നീ വെളിപ്പാടിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, But if you worship out of a revelatory നീ knowledge, ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ചെയ്തുകൊണ്ടിരിക്കും. then miraculous signs that you don't even comprehend God will do for പ്രൈസ് you. ആൻഡ് വർഷിപ്പ് എന്നുള്ള വെളിപ്പാട് സത്യത്തിൽ കിട്ടിയത് ദാവീദിനായിരുന്നു. Praise and worship, the revelation was given, the insight was given unto David. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ യേശുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ ഒരു പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. യേശുവിന്റെ ഒരു പേര്. These days I was meditating on Jesus, and one name that is given to Jesus, it actually inspired me. അതിന്റെ പേര് ദാവീദിന്റെ താക്കോലുള്ളവനെന്നാണ്. He is called as one who holds the keys of David. ആമേൻ. ദാവീദിന്റെ താക്കോലുള്ളവൻ. The one who holds the keys of David. Then that actually excited me. ഞാൻ ചോദിച്ചു, എന്തോ ഈ ദാവീദിന്റെ താക്കോൽ? I was asking the Lord, what is this key of അത് David? ഇരുമ്പാണോ സ്വർണ്ണമാണോ വെള്ളിയാണോ എന്നാ താക്കോല? What type of key is that? Is it out of iron or bronze or copper or gold? What is it? കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു അതൊന്നും അല്ല സംഗതി. The Spirit of God told me that is not it. ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞത് പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ്. The key of David is praise and worship. Praise the Lord. Amen. Hallelujah. Hallelujah. കർത്താവിന്റെ രാത്രിയിൽ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. I know God is doing something in our midst അത് പ്രൈസ് tonight. ആൻഡ് വർഷിപ്പ് ആണ്. That is praise and ദാവീദിന്റെ worship. ഒരു കാര്യം മനസ്സിലായി. David understood ആ something. താക്കോലിട്ട് തുറന്നാൽ If he takes the key and opens it, അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. there is nobody who can shut that. ഇന്ന് രാവിലെ ആരൊക്കെയോ അതിനെ ഇന്ന് രാത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. There are some people who are using that key in this place. അത് മറ്റൊരു പ്രസംഗമാണ്. That would be another message. പക്ഷേ അതിന് ഇന്ന് രാത്രി തൊടാനൊക്കത്തില്ല. I don't have time to touch പക്ഷേ, on that. ദൈവത്തിന് കുഞ്ഞുങ്ങളെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഹൃദയത്തിനകത്ത് ഭയങ്കര ദൈവസ്നേഹം വ്യാപരിക്കാറുണ്ട്. When the youth was ministering unto us through worship, I could feel the high volume of love inside. നിനക്കറിയത്തില്ല, നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വാതിലുകൾ എവിടെയൊക്കെയോ നിനക്ക് വേണ്ടി You don't തുറക്കപ്പെട്ടു. know, when you're worshiping here, there are a lot of doors that are being opened in your life at many areas. ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. David understood something. സ്വർഗ്ഗത്തിലെ ദൈവത്തെ ചലിപ്പിക്കാൻ ആരാധനയ്ക്ക് പറ്റും. There is something that can actually make a change through worship, and that is through worship. അതൊരു Regarding to the Almighty. വെളിപ്പാടായിരുന്നു. That is a revelation. ദാവീദിന് മനസ്സിലായ ഒരു വെളിപ്പാടാണ്, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ ദൈവം വസിക്കും. David understood that God adorns in the enthrones himself in the praises of Israel. പ്രൈസ് ഉയർന്നാൽ ദൈവം അവിടെ ഇറങ്ങി വരും. When the praises rise up, definitely God would come down. കർത്താവ് വന്നാൽ പിന്നെ കാര്യങ്ങൾ പറയണ്ടല്ലോ. If God comes down, we don't have to think about what will അത്ഭുതങ്ങൾ happen. സംഭവിച്ചുകൊണ്ടിരിക്കും. Miracles would definitely ഇന്ന് രാത്രി happen. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Today we feel the presence of the എത്ര Almighty പേര് ഇന്ന് here. രാത്രി പറയാം ദൈവത്തിന്റെ സാന്നിധ്യം How ഇവിടെയുണ്ട്? many of you would say that there is God's presence എത്ര in പേര് our midst? അനുഭവിക്കുന്നുണ്ട് How പ്രിയപ്പെട്ടവരെ? many of you are അവർ really മാത്രം feeling that കരങ്ങളെ ഉയർത്തി presence? കർത്താവിനെ Those people, raise up your hands and acknowledge the presence of the Almighty. Hallelujah. 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 കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും രണ്ട് വിഷയങ്ങളാണ് ഞാൻ തൊട്ടത്. Two sessions that I dealt with two topics. പക്ഷേ ബേസിക്കലി ഒറ്റ വിഷയം തന്നെയാണ് രണ്ടും ചേർന്നത്. Basically it was a connected topic. ക്യാരക്ടർ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് കഴിഞ്ഞ പകലും ഇന്നലെ രാത്രിയിലൊക്കെ സംസാരിച്ചു I കൊണ്ടിരുന്നത്. was talking about the Christ-like nature and character that we each one of us ഞാൻ should 2 ദിവസം imbibe. കൊണ്ട് സാമ്പാസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. Since 2 days I was trying to see Sam Pastor. ഹല്ലേലൂയ. പരിചയമുള്ള മുഖങ്ങളെ കാണുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. It's a joy to see people whom we ഞാനിങ്ങനെ നോക്കും, ആരെങ്കിലും ഒക്കെ മിസ് ആയിട്ടുണ്ടോ നോക്കും. I would look into, is there any person who is missing in this നിങ്ങളെ place? കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. It's a delight to see each ദൈവം one നിങ്ങളെ of you. സഹായിക്കട്ടെ. Let God help you. നിങ്ങൾ പലരും ഗൗരവത്തിലായിരിക്കുന്നു.
Majority of you, you look very serious. നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. Some of you, most of you, you're not able to be joyful. സന്തോഷത്തോടെ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. Be joyful in God's presence. ഇന്നലെ രാത്രി നാം തൊട്ടത് പൗലോസിന്റെ പ്രസംഗത്തിനകത്ത് ചില ഭാഗങ്ങളാണ് ഇന്നലെ രാത്രി നാം സ്പർശിക്കാനിടയായത്. Yesterday we dealt with the topic of certain areas where Paul was ministering to Timothy. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും പ്രസംഗിച്ച സബ്ജക്റ്റിനെ രണ്ടും കൂടെ ചേർന്ന് രാത്രി ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. What I've dealt with yesterday night and today morning, I'm going to interlink both of that together and move on with today's message. കഴിഞ്ഞ രാത്രി നാം പറഞ്ഞു അഭിഷേകം നിന്നെ ഉയരത്തിലെത്തിക്കും. Yesterday we said that the anointing would elevate you. പക്ഷേ അഭിഷേകം നിന്നെ ഉയരത്തിലെത്തിച്ചാൽ ഉയരത്തിൽ നിനക്ക് നിലനിൽക്കണമെങ്കിൽ സ്വഭാവമില്ലെങ്കിൽ ഉയരത്തിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. Even if the anointing elevates you and raises up you higher, if you don't have character, you cannot sustain yourself there. ഒത്തിരി പേർ ഉയരത്തിലെത്തുന്നുണ്ട്. There are a lot of people who's being raised to high levels. ചില സീസൺ കഴിയുമ്പോൾ താഴേക്ക് പോകുന്നു. But after a certain season they collapse down. അഭിഷേകത്തെ സൂക്ഷിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. Yesterday we dealt with the character that would protect the anointing that is there upon our lives. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ബെന്നിഹിന്റെ അഭിഷേകമല്ല. The anointing that is there in your life is not the anointing of നിങ്ങളുടെ മേൽ Benjamin. വ്യാപരിക്കുന്ന അഭിഷേകം യേശുക്രിസ്തുവിന്റെ അഭിഷേകമാണ്. The anointing that is resting upon your life is the same that is from Christ Jesus. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? How many of you have comprehended that? അത് മനസ്സിലായാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ അച്ചടക്കം ഉണ്ടാകും. If you understand that, that itself would bring in lot of discipline in your life. നിങ്ങളുടെ അകത്ത് വലിയ സാധ്യതകൾ കിടപ്പുണ്ട് There പ്രിയപ്പെട്ടവരെ. are a lot of opportunities that is unblocked in your നിങ്ങൾ life. പോലും അറിയാത്ത ഒത്തിരി സാധ്യതകൾ നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. There are a lot of opportunities that you yourself do not know inside your life. പക്ഷേ അതിനെ പുറത്തെടുക്കണമെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പ്രസംഗിക്കും, സ്വഭാവമില്ലാതെ പുറത്തു വരത്തില്ല. But if that has to be unlocked again and again, let me remind you, character is the main key there. 2006 മുതൽ ദൈവത്തിന്റെ ആത്മാവിനെ ചാലഞ്ച് ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. From the 2006 there are certain topics that the Spirit of God is ഞാൻ continuously എനിക്ക് challenging തോന്നുന്നു me. പലതവണ ഞാൻ ABCയിൽ ആ ഭാഗങ്ങൾ തൊട്ടിട്ടുണ്ട്. I know many times I have touched on those topics in ഒരു ABC. വരിയിൽ അതിനൊന്നും കൂടി പറഞ്ഞോട്ടെ. Let me just run through that one more time. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല, ഹിന്ദു ജീവിതം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. I have never heard about a Hindu lifestyle. ഇസ്ലാം ലൈഫ് ഒന്നും ഞാൻ I കേട്ടിട്ടില്ല. have never heard about an Islam life. ഞാൻ കേൾക്കുകയും എന്റെ അകത്ത് ഇന്നും ഒരു ആഗ്രഹമുള്ള ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രിസ്തീയ ജീവിതം. But there is something that I heard and that is there inside my heart, that is a Christian life. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞ ലൈഫ്. Amen. ഒത്തിരി പേരുടെ ചിന്ത ഇതൊരു വെള്ളത്തിൽ മുങ്ങുന്ന പരിപാടിയാണ്. Many people feel that this is just about getting ourselves baptized. ചിലരുടെ ചിന്ത ഇത് മാലയും കമ്മലും ഊരുന്ന പരിപാടിയാണ്. Some people feel that removing our ornaments, that is Christian life. ചിലരുടെ ചിന്ത ഇത് വെള്ള ഉടുപ്പിടുന്ന പരിപാടിയാണ്. Some people feel that wearing white and white, that is Christian life. ചിലരുടെ ചിന്ത ഇത് എന്തോ പുറമേ കാണിക്കുന്ന പരിപാടിയാണെന്ന്. Majority of people feel that the outward appearance is what matters. ഇത് അങ്ങനെ ഒന്നും അല്ല But പ്രിയപ്പെട്ടവരെ. that is not it. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ജയിച്ചു. If that is it, definitely all of us would have been victorious. ഇത് അങ്ങനെ ഒന്നും അല്ല. But that is not it. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. This is a lifestyle. Amen. Come on. ബൈബിളിൽ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് പെന്തക്കോസ്തുകാർ. ഞാൻ ബൈബിളിൽ മുഴുവൻ തപ്പിട്ടും കേട്ടില്ല. I have checked through the entire Bible. I haven't seen a term like a Pentecostal person. പെന്തക്കോസ്തുകാരൊക്കെ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. There are a lot of Pentecostals here who are giving me a very stern look. പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴെന്ന് ഞാൻ കണ്ടു. I've heard about a day of Pentecost. പക്ഷെ പെന്തക്കോസ്തുകാരെന്ന് ഞാൻ കേട്ടില്ല. But I have not seen a group called പക്ഷെ ഈ Pentecostals. ഗ്രൂപ്പിന് ബൈബിൾ വിളിച്ചൊരു പേരുണ്ട്. But there is a special name that the Bible talks about. Christian. They are called as Christians. അത് വേറൊരു പൊസിഷനാ പ്രിയപ്പെട്ട. That is a high level and a different position. ആരോ ഇന്ന് രാത്രി അതിനെ പ്രാപിക്കാൻ പോവാ. I know some of you are going to accept that. ക്രിസ്ത്യൻ, ആമേ. A Christian. ഞാനൊരു ക്രിസ്ത്യാനി എന്ന് പറയാൻ ഈ ദിവസങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. I am highly esteemed to consider myself as a Christian. ഒരു പെന്തക്കോസ്തുകാരനാകാൻ നിന്റെ മാലയും കമ്മലും മീശയും താടിയും കറുത്ത ഉടുപ്പെല്ലാം കൊടുത്ത നീ ഒരു പെന്തക്കോസ്തുകാരനാകും. To be a Pentecostal person is easy because it is all about the outward peripherals. പക്ഷേ നിനക്കൊരു ക്രിസ്ത്യാനിയാകണമെങ്കിൽ But if you want to be a നീ Christian, ഇതൊന്നും കൊടുത്താ പോരാ. you cannot just do it outwardly. അത് നീ നിന്നെ തന്നെ വലിച്ചെറിയണം. You will have to pour yourself out in God's നിന്നത്തോട് presence. കൊടുക്കാനിടയായിത്തീരണം. You should be willing to give yourself out in God's presence. ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? Is there anybody out here? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയാനിടയായി തീർന്നു. There is something that I mentioned in the morning പഴയ session. നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ചിന്തകളിൽ ഒന്ന്, A main message that is there connected in the Old Testament as well as in the New പഴയ നിയമത്തിൽ Testament. പറയുന്നത് ഞാൻ കുറയണം. In the Old Testament says that I should decrease. ഞാൻ കുറഞ്ഞാൽ മതി. If I am decreasing, that's okay. പക്ഷേ റൈസൻ ഇച്ചിരി ഇരുന്നോട്ടെ. But
even after decreasing, little bit of raisin is okay. പക്ഷെ ഞാൻ കുറഞ്ഞാൽ മതി, But I just have to നിന്നെ decrease. ഉയർത്തിക്കോളാം. Lord, I will lift you up. പക്ഷെ പുതിയ നിയമം അതല്ല. But New Testament is not about പൗലോസ് that. പറഞ്ഞു ഞാൻ കുറയണമെന്നല്ല. Paul does not say I should ഇനി decrease. ഞാൻ ഇല്ല, Paul says that I ഞാൻ am മരിച്ചുപോയി, I am dead. എന്നിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ. Only Christ lives in me. Romano. പ്രാർത്ഥിച്ചു. ഈ രാത്രിയിൽ ദൈവം നിങ്ങളെ തൊടട്ടെ. Tonight, let God touch you. റൈസൻ ഇല്ല, Raisin is not there. പാസ്റ്റർ ഏലിയാസ് ഇല്ല, Pastor Elias is not പാസ്റ്റർ there. ജോസ് ഇല്ല, Pastor Jose is Pastor not Sunil there. illa. Pastor Sunil Pastor is Joy not illa. Pastor Joy is not there. ക്രിസ്തു തന്നെ നമ്മളിൽ നിൽക്കുക. Only Christ should be reflected through നിന്നെ us. കാണുന്നവരെല്ലാം പറയുന്നത് നീ യേശുവിന്റെ കൂടെ ഉള്ളവനെന്ന്. Every person who comes in contact with you would say that you are a person who are connected and associated with Jesus. 2013 ഏറ്റവും അധികം ചാലഞ്ച് ചെയ്ത് ലൈഫ് എന്നൊരു വിഷയമായിരുന്നു. The main topic that challenged me through 2013 is a concept of life. പ്രസംഗത്തിന് ഒരു കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. Preaching is easy. പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോഴെല്ലാം പുതിയ വെളിപ്പാട് ദൈവം തന്നുകൊണ്ടിരിക്കുക. Whenever I sit in my prayer closet, I get new revelation. പക്ഷേ ആ പ്രസംഗത്തോട് പുലർത്തേണ്ട ഒരു നീതിയുടെ വിഷയത്തിൽ വരുമ്പോൾ നമുക്ക് അല്പം പേടി തോന്നുന്നു. But when it comes to the justice that we need to show about, the preaching that we are doing, that is where our hearts would be highly alarmed. പറഞ്ഞ ക്രിസ്ത്യൻ ലൈഫ്, Talk about this Christian life. ക്രിസ്ത്യൻ ലൈഫ് Please അടുത്ത നാളെ തട്ടി കുലുക്കിട്ട് പറഞ്ഞിട്ട് ജീവിതമാണെന്ന് പറ. touch the person next by and tell them it's a Christian. It's a ഇതൊരു life. ജീവിതം, It is a life. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. It is a lifestyle. താഴ്മ എന്ന് പറയുന്ന ഒരു പ്രസംഗമല്ല, Humility is not about a അതൊരു preaching. ലൈഫ് സ്റ്റൈലാണ്. Humility is a lifestyle. ഹ്യൂമിലിറ്റി പ്രസംഗിച്ച അഹങ്കാരികളെ എനിക്കറിയാം. I know about people who are totally arrogant, who have spoken about humility. ലവ് എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. Love is a nature. എത്രയോ പേർ ലവിന്റെ 5 പോയിന്റ് പ്രസംഗിക്കുന്നു, 5 There are a പോയിന്റ്. lot of people who bring in 5 points connected with love, പക്ഷെ ലവ് അവരുടെ അകത്തില്ല. but they don't have love inside of ഹംബിൾനെസ് എന്ന് them. പറയുന്ന ഒരു പ്രസംഗമല്ല, Humility and humbleness is not a ഇതൊരു message. ലൈഫ് സ്റ്റൈലാണ് It പ്രിയപ്പെട്ടവരെ. is a lifestyle. ക്രിസ്തീയ ജീവിതം, Christian life. ഇത് ആഴ്ചയിലെ 3 മണിക്കൂർ ഏതോ ഒരു യോഗത്തിനകത്ത് പോയി കൈയടിക്കുന്നതല്ല. This is not about just applauding for three hours in a meeting. ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ കുറെ സമയം വർഷിപ്പ് ചെയ്യുന്നതല്ല. It's not about worshiping in a platform. നിന്റെ അകത്ത് സംഭവിക്കുന്ന ഒരു സ്വഭാവ രൂപീകരണമാണ് ക്രിസ്തീയ ജീവിതം. Transformation of character that happens inside of you. ഈ രാത്രി ദൈവത്തിന്റെ ആരോഗ്യം തൊടുന്നുണ്ട് ഇതിനകത്ത്. I know a lot of people are being touched by the എത്ര പേര് ഈ Spirit of രാത്രി God. പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കും? How many of you are willing to pray ചേർന്ന് tonight? കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can we together say praise to ഇന്ന് the രാത്രി Lord? ഒത്തിരി പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. I want to preach പക്ഷെ tonight. ഞാൻ വീണ്ടും പറയും, യേശു തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രസംഗിക്കത്തില്ല. But let me remind you one more time, when Jesus starts to move in this place, I എന്റെ will not preach. പ്രസംഗത്തെക്കാൾ ശക്തിയാണ് യേശുവിന്റെ സ്പർശനത്തിന്. The touch of Jesus is much more powerful than all that preaching that I will do. ക്രിസ്തീയ ജീവിതം The life of Christ. എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യുന്ന ആവശ്യം. This is what challenges me. എങ്ങനെ ക്രിസ്തീയ ജീവിതത്തിനുടമയാകാൻ പറ്റും? How can we get hold of or be an owner of a Christian life? ഞങ്ങളുടെ നാട് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി സാർ. Our country is being governed by Mr. Ummanchandi. കോൺഗ്രസ്സുകാരനാണ്. He belongs to the Congress community. ഈ ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കൽ പോലും അറിയാതെ നമുക്കൊരു കോൺഗ്രസ്സുകാരനായിരിക്കാൻ പറ്റും. Even without knowing Mr. Ummanchandi, we can be a person who a follower of Congress. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഒരിക്കൽ പോലും അറിയാതെ നിനക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോളോവർ ആകാൻ പറ്റും. Even without knowing the leader of a communist party, you can still follow that particular thing. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ നീ അറിയാതെ, But without knowing Jesus, നിന്റെ whom I ലൈഫിൽ preach about, ഒരിക്കലും നീ ക്രിസ്ത്യാനിയാകത്തില്ല. you can never be a Christian. ഞാൻ ആവർത്തിക്കാം, Repeating one more time. യേശുവിനെ അറിയാതെ Unless and until you know നിന്റെ Jesus, ആയുഷ്കാലത്തിൽ ഒരിക്കലും നീ ക്രിസ്ത്യാനിയാകത്തില്ല. your entire life you will never be a Christian without ഒരു knowing കാര്യം ഞാൻ Jesus. ഉറപ്പിച്ചു പറയാം, I can നീ firmly tell you യേശുവിനെ something. അറിഞ്ഞാൽ If you come across ആരും Jesus, പറയാത്തൊരു മാറ്റം നിന്റെ അകത്തുണ്ടായിരിക്കും. even without anybody else assisting you, definitely a transformation will happen in your life. പിന്നെ അവനോട് ആരും പറയണ്ടെന്നേ, Then nobody has to assist them. അവന്റെ അകത്ത് മാറ്റം സംഭവിച്ചിരിക്കും. That transformation definitely would happen. എന്തിനാ യേശുവിനെ
പ്രസംഗിക്കുന്നത്? Why are we preaching about Jesus? എത്രത്തോളം നീ യേശുവിനെ അറിയുമോ More and more you know about Jesus. അത്രത്തോളം നിന്റെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. That is the level of transformation that will happen in your life. നമുക്കൊന്നും ഇതൊരു പ്രയോറിറ്റി അല്ല പലർക്കും. Majority of us, this is not a priority. പൗലോസ് പറഞ്ഞു എനിക്ക് യേശുവിനെ അറിയണം. Paul says that I want to know Jesus. എനിക്ക് യേശുവിനെ അറിയണം. I want to know Jesus. എത്ര പേർക്ക് യേശുവിനെ അറിയണം? How many of you want to know Jesus ഇങ്ങനെ ഒരു here? കൈവൊക്കെ പൊക്കി പൗലോസ് നിർത്തിയില്ല. It's not that Paul just raised his hands and just stopped അവൻ his life യേശുവിനെ there. അറിയാൻ ശ്രമിച്ചു. He continuously worked in order to know അവൻ Jesus. യേശുവിനെ അറിഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നത് When he came across Jesus, what he says എനിക്ക് now, യേശുവിനെ അല്ലാതെ വേറെ ഒന്നും അറിയണ്ട. I don't want to know anything other than Jesus alone. ഹലോ, ഈ ദൂതന് പെന്തക്കോസ്തുകാർക്ക് ആമേൻ പറയാൻ പറ്റത്തില്ല. If you are a Pentecostal, a religious person, you cannot say amen to that. ക്രിസ്ത്യാനിക്ക് ഈ ദൂതന് ആമേൻ പറയാൻ If you പറ്റും. are a Christian, definitely you can respond to this message. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞ When you come across Jesus and know him, എനിക്കിപ്പോ പല ഫ്ലേവറുകളും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. there are a lot of flavors that my heart does not adjust with that now. എനിക്ക് ചിലതൊന്നും ടേസ്റ്റ് തോന്നുന്നില്ല. Majority of things, it is not tasty to me പക്ഷെ now. ചില സമയത്ത് വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് എവിടെയൊക്കെ വന്ന് കേറുക. But many times when I sit with the word of God, the taste and flavor that comes into my life is of a higher level. എന്തിനാ നിനക്ക് ടേസ്റ്റ്? Where is your നിന്റെ taste ലോകത്തിന്റെ like? ടേസ്റ്റ് കുറയട്ടെ. Let your taste with regarding to the word ക്രിസ്തു നിന്റെ crumble അകത്തോട്ട് down. കേറട്ടെന്നാ ഞാൻ ഈ Let പറയുന്നത്. Christ imbibe in you, express in you at a higher level. വർഷങ്ങളെ മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ് എല്ലാ ദിവസവും കാണുന്നു. Pastor Uncle, I see miracles after miracles every പക്ഷെ day. എന്തോ അതിനോട് ടേസ്റ്റ് ഇല്ല. But that is not my taste അതിന്റെ right എല്ലാം now. അപ്പുറത്ത് യേശു ഒരു ആവേശമായി കയറി വരികയാണ്. Jesus, much more and higher than that. He is the one who's exciting me now. ഈ രാത്രി ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായിട്ട് തൊടാൻ ആഗ്രഹിക്കുന്നു. Tonight the Holy Spirit wants to touch you one more time. ഇന്ന് പലർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. Many of us, we don't understand what this is all about. ഭയങ്കര മാറ്റങ്ങൾ വരുത്താൻ യേശു ആഗ്രഹിക്കുന്നു. Jesus wants to transform you radically tonight. പല ആഹാരത്തിന് ടേസ്റ്റ് ഇല്ല. Many food is not tasty enough now. ഏറ്റവും ഇഷ്ടമുള്ള ആഹാരത്തിന് ടേസ്റ്റ് ഇല്ല. Lot of things that I loved earlier, it is not tasty enough മനസ്സ് now. മറ്റെന്തിലേക്കോ കണക്ട് ആയി കിടക്കുകയാണ്. My heart is connected to something else other than this. ഞാൻ ഈ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? Is there anybody who's understanding what I'm trying to comprehend to you? നിന്നിൽ നീ ഇല്ലാതാകട്ടെ. Let you be totally nil inside നിന്നിൽ of you. മുഴുവനുമായിട്ട് യേശു നിറഞ്ഞു നിൽക്കട്ടെ. And let Jesus be fully live and active inside of your life. എന്താ ക്രിസ്തീയ ജീവിതം എന്നോട് ചോദിച്ചാൽ ഇന്ന് ഞാൻ ഒരു ഡെഫിനിഷൻ പറയാം. If you ask me what is the Christian life today, I will give you a definition. യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി ഞാൻ അറിയുമ്പോൾ When I know Jesus through a personal എന്റെ അകത്ത് encounter, നടക്കുന്ന ക്യാരക്ടർ ഫോർമേഷൻ ആണ് ക്രിസ്ത്യൻ ലൈഫ്. the character formation that would happen in my life, that is Christian life. Romans. കിട്ടുന്നുണ്ടോ? വെള്ളത്തിൽ മുങ്ങുന്നതല്ല. It's not getting water baptized. ഏതോ ഒരു ഉടുപ്പ് മാറുന്നതല്ല. It's not changing a dress. ഏതോ ഒരു മാലയും കമ്മൽ ഊരുന്നതല്ല. It is not removing your ornaments. നിന്റെ അകത്ത് നടക്കുന്ന ഒരു സ്വഭാവ രൂപീകരണം. It is a character transformation. നിന്നിലെ അഹങ്കാരി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. When the proud person inside of you നിന്നിലെ gets മികളി അറസ്റ്റ് totally ചെയ്യപ്പെടുന്നത്. arrested. When the arrogance inside of you is പ്രാർത്ഥിക്കാമെങ്കിൽ totally പ്രാർത്ഥിച്ചോ. arrested. ഈ പകലും പരിശുദ്ധിയാത്മാവ് നിന്നെ സ്പർശിക്കട്ടെ. Let the Holy Spirit touch you ഈ tonight. രാത്രിയിൽ അഭിഷേകം നിന്നെ തൊടട്ടെ. The anointing will be brushed upon you tonight. അതുകൊണ്ട് പല പാട്ടും പാടുമ്പോൾ എനിക്ക് അതിനകത്തൊരു ടേസ്റ്റ് ഇല്ല. So many songs when it is being sung, I'm not able to align പക്ഷേ myself ഇപ്പോഴും to വായി that. വരുന്നൊരു പാട്ടാ നിന്നെ പോലാകണം. But there is one song that comes inside of നിന്റെ my heart. മുഖം Lord, കാണണം I want ഡാഡി. to be like you. I want to seek your face. Come on. പ്രാർത്ഥിച്ചേ. Come on, pray tonight. പ്രാർത്ഥിച്ചേ പ്രിയർ. Pray tonight. നമ്മളകത്ത് വലിയ മാറ്റങ്ങൾ ഈ രാത്രി സംഭവിക്കട്ടെ. Let major radical changes happen in our life. നമ്മൾ ആരെങ്കിലും പറയുന്നത് കൊണ്ട് ആ മാറ്റങ്ങൾ സംഭവിക്കത്തില്ല. If somebody helps us with that, it will not യേശു happen. ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ നിനക്കുണ്ടാകണം. When you come across a personal encounter with Jesus, ഞാൻ എത്ര പ്രസംഗിച്ചാലും നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റത്തില്ല. even if I preach to a very high volume, you പക്ഷേ cannot change. യേശുവുമായിട്ടൊരു കൂട്ടിമുട്ടൽ നിനക്കുണ്ടാകണം. If there is a lining that comes in your life with Jesus Christ, അവിടെയാണ്
രീതിയിലാണ് മാറ്റങ്ങൾ That സംഭവിക്കുന്നത്. is where the transformation happens. ആത്മാവിനെ നയിക്കുന്ന പോലെ ഞാൻ മുമ്പോട്ട് As പോകട്ടെ. the Spirit of God is leading me, let me move forward. ഞാൻ പറഞ്ഞു, പൗലോസ് പലപ്പോഴും എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. Paul has excited me many times in my prayer closet. അവൻ നമ്മെ പോലെ സാധാരണ He ചെറുപ്പക്കാരനായിരുന്നു. was an ordinary young person like us. പക്ഷെ ഒരിക്കൽ അവന്റെ മുഴുവൻ ബുദ്ധിയെ പൊളിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവന് മനസ്സിലാക്കി കൊടുത്തു കുറെ കാര്യങ്ങൾ. But the Spirit of God collapsed his intelligence totally and brought forward a lot of revelations into his അവൻ life. കൊരിന്തി സഭയിലേക്ക് നിന്നും വെല്ലുവിളിക്കുക, ഞാൻ എവിടെ, താർക്കികന്മാർ എവിടെ? He came into the Corinthian church and he was challenging them and telling them, where is the wise man? Where is the man who is wise in this age? ഈ കഴിഞ്ഞ ദിവസങ്ങളും കൊരിന്തി ലേഖനത്തിന്റെ കുറെ ആളുകൾ മറ്റു ചില ഏറിയ ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കി തന്നു. There are a lot of areas that the Spirit of God was leading me in the book of Corinthians. ഞാൻ പറയുന്ന പോലെ കൊരിന്തി സഭ എന്ന് പറയുന്നത് നമ്മളെ പോലെ സഭയല്ല. The church of Corinthians was not like our church. അതെല്ലാം ഭയങ്കര ബുദ്ധിജീവികളുടെ സഭയാണ്. They were a group of wise people. ആമേൻ. അവിടെയാണ് ഈ സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ ഉള്ളത്. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിനകത്താണ്. Inside that Greek empire, they had Socrates, Plato, and Aristotle, and all those intellectuals there. എല്ലാരും അവിടെ കിടക്കുക. All of them are there. അവിടെ നിന്നുകൊണ്ട് പൗലോസ് വെല്ലുവിളിക്കുന്നത്, ഞാൻ എവിടാ? That is where Paul is challenging the church and asking, where is the wise man? ബുദ്ധിമാന്മാരെവിടാ? Where is the man who is നിങ്ങളുടെ intelligent? ജ്ഞാനത്തെ എന്റെ ദൈവം ഭോഷത്വമാക്കി കളഞ്ഞില്ലേ? My God has made your wisdom foolish. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഞാൻ മറ്റു ചില ഭാഗങ്ങൾ പ്രസംഗിക്കാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. I was going into many other topics. കർത്താവിന്റെ ആത്മാവിനെ നയിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് ഞാൻ ഒന്ന് പൊക്കോട്ടെ. But as the Holy Spirit is leading me, let me move